പൊണ്ണത്തടിയും കുടവയറൊക്കെ കുറഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ശരീരം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നാരങ്ങ ഇതുപോലെ ഒന്ന് വെള്ളം ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നാരങ്ങയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം 1 ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 മുറി നാരങ്ങയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ നമ്മൾ നാരങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജ്യൂസ് ഒന്ന് നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു അരിപ്പ വെച്ചുകൊണ്ട് പിഴിയുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും അരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഈ ഒരു നാരങ്ങ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള നാരങ്ങയാണ് കേട്ടോ. ഇതൊന്നും നമ്മൾ പിഴിഞ്ഞെടുക്കുക. ഇനി ഇതിൻ്റെ തൊലി നമ്മൾ കളയുന്നില്ല. ഈ ഒരു വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നാരങ്ങയുടെ തൊലിയും ആവശ്യമുണ്ട്. അപ്പോൾ ഈ നാരങ്ങ നമ്മളിതുപോലെ പിഴിഞ്ഞെടുക്കുക. നല്ലപോലെ തന്നെ അതിൻ്റെ ജ്യൂസൊക്കെ എടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു വെള്ളം നമുക്ക് ഒരു 5 ദിവസം വരെയൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. യാതൊരു വിധ കുഴപ്പമില്ലാതെ 5 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. പിന്നെ നാരങ്ങയിൽ ലെമണിലുള്ള കണ്ടൻറ്റ് നമ്മുടെ മെറ്റബോളിസം പ്രോസസ്സ് നല്ലപോലെ തന്നെ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അതുവഴി നമ്മുടെ ഫാറ്റ് കുറയാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്കറിയാം നാരങ്ങ ചെറു ചൂടുവെള്ളത്തിലൊക്കെ നമ്മൾ പിഴിഞ്ഞ് തേനൊക്കെ ഒഴിച്ച് കുടിക്കാറുണ്ടല്ലേ. അപ്പോൾ നാരങ്ങ നല്ല പോലെ തന്നെ നമ്മുടെ തടി കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ നമ്മളത് കുടിക്കുന്ന രീതിയിലാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചിയിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് ഇഞ്ചി. നമ്മൾ ഇഞ്ചി ചായയൊക്കെ കുടിക്കാറുണ്ട് അല്ലേ. നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ ഇഞ്ചിയിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് ഇഞ്ചി. നല്ലൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ലിവർ ഫങ്ഷൻ നല്ല പോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, മലബന്ധം അകറ്റാൻ, ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് ഇഞ്ചി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രം മതി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 2 ഇത്രയും വലുപ്പമുള്ള പട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു ലിറ്ററോളം വെള്ളം ഒരു പാത്രത്തിൽ ഇതുപോലെ എടുത്ത് അതിലേക്കാണ് നമ്മൾ 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച ഇഞ്ചി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സത്തൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ നാരങ്ങയുടെ തൊലി ഇതൊന്നും മുറിച്ച് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു നാരങ്ങയുടെ തൊലി നമ്മൾ വെള്ളത്തിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയിട്ട് ആവശ്യമുണ്ട്. അതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഇഞ്ചി, നമ്മുടെ കറുവാപ്പട്ട, പിന്നെ നമ്മുടെ നാരങ്ങ തൊലി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകം 1 സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകവും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. മാത്രമല്ല നമ്മുടെ പൊണ്ണത്തടിയും അതുപോലെ തന്നെ കൊഴുപ്പൊക്കെ അലിയിച്ച് കളയാനും നല്ല പോലെ തന്നെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നമ്മളൊരു 20 മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ബാക്കി 10 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊരു 20 മിനിറ്റാണ് നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കേണ്ടത്. ജീരകത്തിൽ, പട്ടയിൽ, അതുപോലെ തന്നെ ഇഞ്ചി, നാരങ്ങയുടെ തൊലി, ഇതിലെല്ലാം കൂടി സത്ത് നല്ല പോലെ തന്നെ തിളച്ച് നമുക്ക് കിട്ടണം. 20 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഒരു 1.25 ലിറ്റർ വെള്ളമൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് 1 ലിറ്റർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ അതാ നമ്മൾ ഒരു 20 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു വെള്ളം നല്ലൊരു ചെറു ചൂടിൽ കിട്ടിയിട്ടുണ്ട്. കുടിക്കുമ്പോഴും നമ്മൾ ഒരു ചെറു ചൂടിൽ കുടിക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊന്ന് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ആ ജീരക ഒക്കെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ പെട്ട് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നാരങ്ങ പിഴിഞ്ഞെടുത്ത് വെച്ചിരുന്ന ഈ ഒരു വെള്ളമുണ്ട്, നാരങ്ങയുടെ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം.
അപ്പോൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കുന്നതിന് മുൻപ് നമുക്ക് മധുരം ആവശ്യമുള്ളവർക്ക് ഒരു സ്പൂണ് തേൻ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മധുരം വേണ്ടവർ മാത്രം ചേർത്താൽ മതി. പിന്നെ ഒരിക്കലും നമ്മൾ പഞ്ചസാര ചേർക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ഗുണം നഷ്ടപ്പെടും. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണ് തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഏകദേശം നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒരു 200 ml ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് കുടിക്കാം. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കുടിക്കുക. അപ്പോൾ ഇത് നമ്മുടെ പൊണ്ണത്തടിയും കുടവയറും ഒക്കെ നല്ല പോലെ തന്നെ കുറച്ച് നമ്മുടെ വയറിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പൊക്കെ നല്ല പോലെ തന്നെ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പോലെ തടി കുറയേണ്ടവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.